നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. മനസ്സ് ഏതെങ്കിലും വിഷയത്തിന് അടിമപ്പെട്ടാൽ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ലഭിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ക്രോധം വരികയായി. ക്രോധമാകട്ടെ മനുഷ്യനെ ക്രമേണ അനർത്ഥങ്ങളുടെ ആഴത്തിലേക്ക് താഴ്ത്തുന്നു. ഇനി കാമം സാധിച്ചുവെന്നിരിക്കട്ടെ, എന്നാൽ ലോഭം പിടിപെടുകയായി. എത്ര കിട്ടിയാലും പോരാ എന്ന അത്യാഗ്രഹമാണ് ലോഭം. ലോഭത്തിന് അടിമപ്പെട്ടയാളെ അധർമ്മം കീഴ്പ്പെടുത്താൻ അധികകാലം വേണ്ടിവരില്ല. അതുകൊണ്ട് കാമക്രോധ ലോഭാദികളായ മൂന്നിനെയും ഉപേക്ഷിക്കൂ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശിച്ചിരിക്കുന്നത്. കാമക്രോധ ലോഭാദികളായ വൃത്തികൾ ഉണ്ടാവാനേ പാടില്ല. ഉണ്ടായാൽ അത് പാപമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് കേവലം അപ്രായോഗികമായ നിർദ്ദേശമായേ കാണാനാകൂ. കാരണം ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ല ഇവ കടന്നു വരുന്നത്. എന്നാൽ വിവേചന ശക്തി ഉപയോഗിച്ച് തനിക്ക് ശ്രേയസ്സിന് ഉതകുന്നതാണെങ്കിൽ മാത്രം ഒരു ചിന്തയെ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലാത്തവയെ മുളയിലെ നുള്ളിക്കളയാനുള്ള കഴിവാണ് വേണ്ടത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. മാതാ മേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. മാതാ മേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എൻ്റെ മാതാവ് പാർവതി ദേവിയാണ്. പിതാവാകട്ടെ സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്ന ശ്രീ പരമേശ്വരനാണ്. എൻ്റെ ബന്ധുജനങ്ങൾ ശിവഭക്തരുമാണ്. സ്വദേശം ഈ മൂന്ന് ലോകവുമാണെന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. അന്നപൂർണ സ്തോത്രത്തിൽ 12ാമത്തെ ഒടുവിലത്തെ ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം 11 ശ്ലോകങ്ങളിലും ഒരേ പ്രാർത്ഥനയായിരുന്നു. ഭിക്ഷാം ദേഹി, ഭിക്ഷയെ നൽകിയാലും. അതിൽ തന്നെ ആദ്യത്തെ 10 ശ്ലോകങ്ങളിൽ ദേവിയുടെ വിവിധ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞതാണ്. ആരോടാണ് ഭിക്ഷ യാചിച്ചത് അവിടെ പറഞ്ഞിട്ടില്ല. 10 ശ്ലോകങ്ങളിലും അതില്ല. ആരോടാണ് ഭിക്ഷ യാചിക്കുന്നത്? അന്നപൂർണയോട് ഭിക്ഷ യാചിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം സംബോധന ചെയ്തിട്ടില്ല അവിടെ. മറിച്ച്
ദേവിയുടെ നാമങ്ങളെ ഇങ്ങനെ പാടി പുകഴ്ത്തുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ദേവീനാമങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഭിക്ഷു തനിക്ക് വിശപ്പ് വരുമ്പോൾ ഭിക്ഷ യാചിക്കുകയാണ്. ഭിക്ഷാം ദേഹി എന്ന്. ദേവിയോടാണ് ഭിക്ഷ യാചിക്കുന്നതെന്ന് അർത്ഥമില്ല, അല്ലെന്നും പറയേണ്ടതില്ല. ദേവീനാമങ്ങളെ ചൊല്ലിക്കൊണ്ട് ഭിക്ഷ യാചിക്കുകയാണെന്ന് പറയാം. 11-ാം ശ്ലോകത്തിലാകട്ടെ വ്യക്തമായി സംബോധന ചെയ്തുകൊണ്ട് അന്നപൂർണേ, സദാപൂർണേ, ശങ്കരപ്രാണവല്ലഭേ, പാർവതി എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് ഭിക്ഷ യാചിക്കുകയാണ് ഭിക്ഷാം ദേഹി പറഞ്ഞത്. അപ്പോൾ രണ്ട് വിധത്തിലായാലും 11 ശ്ലോകങ്ങളിലും ഭിക്ഷയ്ക്കായിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ 12-ാം ശ്ലോകത്തിൽ പ്രാർത്ഥനയല്ല, അതൊരു സത്യപ്രഖ്യാപനമാണ്, തൻ്റെ തിരിച്ചറിവിൻ്റെ പ്രഖ്യാപനമാണ്. അഥവാ ഇപ്രകാരം ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു യതിയുടെ വീക്ഷണമാണ്. അതിൽ പ്രാർത്ഥന ഇല്ല. എന്താണ് ആ ശ്ലോകം? മാതാ മേ പാർവതി ദേവി, പിതാ ദേവോ മഹേശ്വരഃ, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. മാതാ മേ പാർവതി ദേവി, പിതാ ദേവോ മഹേശ്വരഃ, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഇവിടെ സ്വദേശഃ ഭുവനത്രയഃ എന്നോ സ്വദേശം ഭുവനത്രയം എന്നോ ആണെങ്കിൽ കൂടുതൽ സുന്ദരമാണ്. പക്ഷേ പ്രസിദ്ധമായ പാഠം സ്വദേശോ ഭുവനത്രയം എന്ന് തന്നെയാണ്. മാതാമേ പാർവതി ദേവി, മേ മാതാ, മേ എൻ്റെ മാതാ, മാതാവ് പാർവതി ദേവിയാണ്. ഒരു പ്രഖ്യാപനമാണ്. പിതാ എന്ന് പറഞ്ഞാൽ മേ പിതാ, എൻ്റെ അച്ഛൻ, ദേവഃ മഹേശ്വരഃ, ദേവനായ മഹേശ്വരനാണ്, സർവത്തെയും പ്രകാശിപ്പിക്കുന്ന മഹേശ്വരനാണ്, പരമേശ്വരനാണ്. ബാന്ധവാഹ ശിവഭക്താശ്ച, എൻ്റെ ബന്ധുക്കളാരൊക്കെയാണ്? ബാന്ധവന്മാർ, എൻ്റെ ബന്ധുജനങ്ങൾ ശിവഭക്തന്മാരാണ്. ആരെല്ലാം ശിവഭക്തന്മാരുണ്ടോ അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. ഇവിടെ ശിവഭക്തൻ എന്ന് പറയുമ്പോൾ ശൈവ വൈഷ്ണവാദി ഭേദത്തിൽ നമ്മൾ കാണേണ്ടതില്ല. ശൈവർ ശിവനെന്നും വൈഷ്ണവർ വിഷ്ണുവെന്നും ശാക്തേയർ ശക്തി എന്നും പറയുന്നത് ഒരേ ഈശ്വരനെ സംബന്ധിച്ച് തന്നെയാണ്. അതുകൊണ്ട് വിഷ്ണു ഭക്തന്മാർ, ശിവഭക്തന്മാർ, ദേവീഭക്തന്മാരെന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഭക്തന്മാരെന്നർത്ഥം പറഞ്ഞാൽ മതി. ഭക്തന്മാരാണ് എൻ്റെ ബന്ധുക്കൾ. അപ്പോൾ സ്വദേശമോ ഭുവനത്രയം, ഈ 3 ലോകങ്ങളും എൻ്റെ സ്വദേശമാണ്. അതിൽ കവിഞ്ഞ് എനിക്കൊരു സ്വദേശമില്ല. വാസ്തവത്തിൽ ഒരു യതിയുടെ ലോകവീക്ഷണമാണിത്. പൂർവികന്മാർ പറയാറുണ്ട്, അയം നിജ പരോവേതി ഗണനാ ലഘുചേതസ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്ന്. ഇതെൻ്റെതാണ്, നിൻ്റെതാണ്, ഇത് ഞാൻ, അത് നീ എന്നീ വിധമെല്ലാമുള്ള പരിഗണനകൾ ലഘുബുദ്ധിയുള്ളവർക്കാണ്, ലഘുചേതസ അല്പബുദ്ധിയുള്ളവർക്കാണ്. എൻ്റെ, നിൻ്റെ, ഞാൻ, നീ ഇത്യാദി ഭേദങ്ങൾ കൽപ്പിക്കുന്നത് ലഘുബുദ്ധിയുള്ളവരാണ്. എന്നാൽ ഉദാരചരിതന്മാർക്കാകട്ടെ, എന്താണ് ഉദാരചരിതന്മാരുടെ വീക്ഷണം? വസുധൈവ കുടുംബകം, വസുധ തന്നെയാണ് കുടുംബം. വസുധ, സകല വസുക്കളെയും ധരിക്കുന്നവൾ ഭൂമി. അല്ലാതുള്ളവർ ഞാൻ, എൻ്റെ പത്നി, എൻ്റെ പതി, എൻ്റെ കുട്ടികൾ, ഇങ്ങനെ പരിമിതമായ കുടുംബത്തെ കണ്ട് അതിലൊട്ടിപ്പിടിച്ച് അതിൽ കുടുങ്ങി കഴിയുകയാണ്. ഉദാരചരിതന്മാർക്കാകട്ടെ ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബമാണ്. അവിടെ നമ്മെ പരസ്പരം വേർതിരിക്കുന്ന ഒരു മാനദണ്ഡവുമില്ല. നാം എല്ലാം ഒരു കുടുംബാംഗങ്ങളാണ്. എല്ലാം ഒരു കുടുംബം, എല്ലാവരും ഒരു കുടുംബാംഗങ്ങൾ. ആ ഒരു കാഴ്ചപ്പാട്, അതാണ് ഉദാരചരിതന്മാർക്ക്. ആ വീക്ഷണമാണ് ഇവിടെ പറയുന്നത്.
സ്വദേശോ ഭുവനത്രയം, എല്ലാ പരിമിതികളെയും അതിക്രമിച്ചു. ഇതാണ് ഭിക്ഷാടനം ചെയ്യുന്ന ഒരു യതിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന വീക്ഷണം. അതുകൊണ്ട് പാർവതി ദേവിയോട് ഭിക്ഷ യാചിക്കുന്നു. എന്തുകൊണ്ട്? പാർവതി അമ്മയാണ്, അമ്മയോടാണ് ഭിക്ഷ ചോദിക്കേണ്ടത്. വിശക്കുമ്പോൾ അമ്മയോടാണ് ഭക്ഷണം ചോദിക്കുന്നത്. അതുകൊണ്ട് ഭിക്ഷാം ദേഹി എന്ന് ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളിൽ ആവർത്തിച്ച വാക്യം ഇവിടെ സമർത്ഥിക്കപ്പെടുന്നു. പരിമിതമായ കുടുംബ ബന്ധങ്ങൾക്കെല്ലാം ഉപരി ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന കാഴ്ചപ്പാട് കൈവരിച്ചിരിക്കുന്നു. ഈ ഒരു വീക്ഷണം എത്ര ഉത്കൃഷ്ടം എന്ന് ഓർമ്മിക്കുക. ഇത് പറയുന്ന സമയത്ത് ഓർമ്മയിൽ വരുന്നൊരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുൻപാണ്, 10-20 വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു പ്രൈമറി സ്കൂളിൽ കുട്ടികളോട് സംവദിക്കാൻ പോയ സമയത്ത് കുട്ടികളോട് അമ്മയുടെ മഹത്വം, അച്ഛൻ്റെ മഹത്വം, മുതിർന്നവരെ ആദരിക്കണമെന്നുള്ളത്, വിശേഷിച്ച് അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. ആ സമയത്തൊരു മോള് ചോദിച്ചു, സ്വാമി ആൾ കൊള്ളാലോ, ഞങ്ങളോട് അമ്മയെ സ്നേഹിക്കണം, അമ്മയെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നു. എന്നാൽ നിങ്ങളാകട്ടെ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് പോയിരിക്കുക സന്യാസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുന്നത്? നിങ്ങൾ കപടനല്ലേ? കാരണം സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് പോയ ആൾ ഞങ്ങളോട് പറയുന്നു അമ്മയെ സ്നേഹിക്കണം, അമ്മ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ. ഇത് കാപട്യമല്ലേ എന്നൊരു മോള് ചോദിച്ചു. 6 വയസ്സിലെ കുട്ടിയാണ്, 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വളരെ സന്തോഷം തോന്നി ആ മോള് ചോദിച്ചപ്പോൾ. അങ്ങനെ യുക്തിബോധമുള്ള വിചാരം ചെയ്യുന്നവർ വേണം നമുക്ക്. അന്ന് ആ മോളോട് മറുപടി പറഞ്ഞു കൊടുത്തത് ഈ ശ്ലോകം വെച്ചുകൊണ്ടാണ്. ജനിച്ച ഉടനെ എനിക്ക് അമ്മയെപ്പോലും അറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയുന്നത് എൻ്റെ അമ്മയുടെ അമ്മിഞ്ഞ മാത്രമാണ്. ആ അമ്മിഞ്ഞയിൽ നിന്ന് പാല് കുടിച്ച് അങ്ങനെ ഞാൻ കിടന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അമ്മയെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. അമ്മയെ സ്നേഹിച്ചപ്പോൾ അമ്മിഞ്ഞയോടുള്ള സ്നേഹം പോയിട്ടില്ല, അമ്മ കൂടി ഉൾപ്പെട്ടു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹവലയത്തിൽ അച്ഛൻ കൂടി ഉൾപ്പെട്ടു. അതെൻ്റെ അച്ഛനാണെന്ന തിരിച്ചറിവുണ്ടായി. അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചിട്ടില്ല, അമ്മിഞ്ഞ ഉപേക്ഷിച്ചിട്ടില്ല, അച്ഛൻ കൂടി കൂടി. കുറച്ചുകൂടി വലുതായപ്പോൾ എൻ്റെ ചേച്ചി, എൻ്റെ ജേട്ടന്മാർ, എൻ്റെ അമ്മാവൻ, എൻ്റെ അമ്മമ്മ, ഇങ്ങനെ പരിധി വർദ്ധിച്ച് വന്നപ്പോൾ ഞാൻ അച്ഛനെ ഉപേക്ഷിച്ചില്ല, അമ്മയെ ഉപേക്ഷിച്ചില്ല, അമ്മിഞ്ഞ ഉപേക്ഷിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാം എൻ്റെ അയൽവാസികളാണ്, ഇവരെല്ലാം എൻ്റെ നാട്ടുകാരാണ്, ഇവരെല്ലാം എൻ്റെ ബന്ധവന്മാരാണെന്ന് എൻ്റെ പരിധി വർദ്ധിച്ചപ്പോൾ, വിപുലമായപ്പോൾ ഞാൻ അച്ഛനെയോ അമ്മയെയോ ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ കൂടുതൽ വിശാലതയിലേക്ക് പോയി. സ്വദേശോ ഭുവനത്രയം, ഈ 3 ലോകങ്ങളും എൻ്റെ കുടുംബമാണ്, എൻ്റെ സ്വദേശമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ആരെയും ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മോളെ, ഞാൻ അമ്മയെ ഉപേക്ഷിച്ചിട്ടില്ല, നീ തെറ്റിദ്ധരിക്കരുത്, നിന്നോട് ആര് പറഞ്ഞു ഞാൻ അമ്മയെ ഉപേക്ഷിച്ചെന്ന് എന്ന് ആ മോളോട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് ശരിക്കും മനസ്സിലായി. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീക്ഷണം വിപുലമാകുന്നതിനനുസരിച്ച് പരിധികൾ ചുരുങ്ങുന്നത് മാറി വിപുലമായി തീരുകയാണ്. അതിൻ്റെ പരമാവധി വൈപുല്യമാർന്ന വീക്ഷണമാണ് ഭിക്ഷാടനം ചെയ്യുന്ന യതിയുടെ വീക്ഷണം. ആ വീക്ഷണമാണ് സ്വദേശോ ഭുവനത്രയം എന്നുള്ളത്. ഏതായാലും ഇപ്രകാരം ഒരു യതിയുടെ വീക്ഷണം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അന്നപൂർണ സ്തോത്രം പൂർണ്ണമാകുന്നത്. വളരെ സന്തോഷം. തുടർന്ന് നമുക്ക് ശാങ്കരകൃതികൾ അടുത്ത പ്രാവശ്യം തുടരാം. തുടർന്ന് സനാതനധർമ്മം. അനവധി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ദേവതാ സങ്കല്പമാണ് ശബരിമല സന്നിധാനത്തെ മാളികപ്പുറം. കന്നി അയ്യപ്പന്മാർ വരാതിരിക്കാൻ തപസ് ചെയ്യുന്ന കന്യകയല്ല മാളികപ്പുറം. മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്ന ദേവിയുടെ പ്രതിഷ്ഠാ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ശിവാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ശബരിമലയിൽ നമ്മൾ ശബരിമലയെക്കുറിച്ച് ധാരാളം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, പലതരം ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ശബരിമലയിലെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ആരാണ്, എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രചരിക്കുന്നൊരു ഐതിഹ്യം,
ഭൂതനാഥ ഉപാഖ്യാനത്തിൽ കൂടെയൊക്കെ കേരളത്തിൽ കൂടുതൽ പ്രചരിച്ചിട്ടുള്ള ഐതിഹ്യം ലീല എന്ന് പറയുന്ന ഒരു ഋഷിപത്നി അവർ ദത്തനെ വിവാഹം കഴിച്ചു. ദത്തനും ലീലയും സുഖമായിട്ട് ജീവിച്ചു. അവസാനം ദത്തൻ സന്യസിക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഞാൻ അവിടുത്തെ മഹിഷിയാണ്, പട്ടമഹിഷിയാണ്, എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ലീല ശാഠ്യം പിടിച്ചു. അപ്പോൾ മഹിഷിന്ന് ഇങ്ങനെ വാശി പിടിക്കുന്ന നീ ഒരു മഹിഷിയായി തീരട്ടെ എന്ന് ദത്തൻ ശപിച്ചു. തിരിച്ച് ലീല ദത്തനെ ശപിച്ചു, നീയും അങ്ങനെയാണ് നീയൊരു മഹിഷമായി തീർന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് അവർ പരസ്പരം ശപിച്ചു. അങ്ങനെ മഹിഷിയായിട്ട് ജനിച്ച ലീല ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ വധിച്ച് മോക്ഷം കൊടുത്തു. ആ മഹിഷി ആണ് അവിടെ മാളികപ്പുറമായിട്ട് കുടിയിരുത്തിയിരിക്കുന്നത്. ആ മഹിഷി ഭഗവാനെ ഭഗവാനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ വരം ചോദിച്ചായിട്ടും കന്യായിപ്പം വരാത്തപ്പം അങ്ങനെ എന്നെ സ്വീകരിക്കാം, നിന്നെ സ്വീകരിച്ചു കൊള്ളാമെന്ന് അയ്യപ്പൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഥ പ്രചരിക്കുന്നു. പക്ഷേ ഈ കഥയ്ക്ക് പുരാണമായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പുരാണ കഥയും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വരുന്ന നമുക്ക് മാത്രമല്ല, അവിടെ നമ്മൾ അവിടുത്തെ ആചാരങ്ങൾ നോക്കുകയാണെങ്കിൽ മാളികപ്പുറത്തുനിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹമാണ്, അല്ലാതെ ദേവിയുടെ വിഗ്രഹമൊന്നും അല്ല അവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന അയ്യപ്പൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ കൊമ്പമീശയൊക്കെ വെച്ച രൂപമാണ് അവിടെ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ വരുന്നത് കൂടെ വാസ്തവ ദേവിയല്ല, ശരംകുത്തി വന്ന് നോക്കിയിട്ട് കന്യായപ്പന്മാരുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു പോകുന്നത് അയ്യപ്പനാണ് വരുന്നത്. അപ്പോൾ പിന്നെ ആ കഥ അടിസ്ഥാനമില്ല. അപ്പോൾ പിന്നെ മാളികപ്പുറം ആരാണ് എന്നൊരു ചോദ്യം വരും. അപ്പോൾ ആ മാളികപ്പുറത്തിനെക്കുറിച്ച് രണ്ട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മഹിഷി മോക്ഷം കിട്ടിയ മഹിഷി അവിടെ കുടിയിരുത്തിയായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത് ഈ പാണ്ഡ്യവംശത്തിൽ നിന്നാണ് ഈ പന്തള രാജവംശം ഉണ്ടായി വരുന്നത്. പാണ്ഡ്യവംശത്തിൽ പിരിഞ്ഞു വന്ന രാജശാഖയാണ് പന്തള രാജവംശം. ആ പന്തള രാജവംശത്തിനുള്ള അവരുടെ കുടുംബ പരദേവത എന്ന് പറയുന്നത്, പാണ്ഡ്യവംശത്തിൻ്റെ പരദേവത എന്ന് പറയുന്നത് മധുര മീനാക്ഷിയാണ്. മധുര മീനാക്ഷിയാണ് അവിടെ അയ്യപ്പൻ അവിടെ പോയ സമയത്ത് അവിടെ അയ്യപ്പൻ കുടിയിരുത്തിയതാണ് തൻ്റെ ഉപാസനാമൂർത്തിയായിട്ട്, അതിൻ്റെ കുടുംബ ഉപാസനാമൂർത്തിയായിട്ട് അവിടെ കുടിയിരുത്തിയായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ പന്തള രാജാവാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. അവിടെ രാജാവിൻ്റെ കുടുംബ ദേവത എന്നുള്ള നിലയ്ക്കും അവിടെ മധുര മീനാക്ഷിയാണ് പരദേവതയായിട്ട് അവിടെ തൻ്റെ പരദേവതയായിട്ട് അവിടെ മാളികപ്പുറം എന്നുള്ള രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിനൊരു സാധ്യതയുള്ളത് മാളികപ്പുറത്ത് അമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ മാതൃഭാവത്തിൽ ആണ് അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ലീലയെക്കുറിച്ച് പറയുന്ന അവിടെ നേരത്തെ തന്നെ മലനടയിൽ ഭഗവതി എന്നൊരു പ്രതിഷ്ഠയുണ്ട് അവിടെ. അതിന് മഹിഷിയുടെ സങ്കല്പത്തിൽ അതാണ് മഹിഷി മലനടയിൽ ഭഗവതിയായിട്ട് അവിടെ കുടിയിരുത്തിയിരിക്കുന്നു. നമ്മുടെ പല ക്ഷേത്രങ്ങളിലൊക്കെ യക്ഷിയുടെയും മറ്റും പ്രതിഷ്ഠകൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ മഹിഷി അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് മലനടയിൽ ഭഗവതിയായിട്ടാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇതൊക്കെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും മാത്രമാണ്. വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചോളം അവിടെ പറഞ്ഞല്ലോ നമ്മുടെ പരമായ തത്വം ഭാരതീയ ദർശനം അനുസരിച്ചിട്ട് പ്രകൃതി പുരുഷ സംയോഗമാണ് മോക്ഷപദവിയിലേക്കുള്ള വഴിയായിട്ട് പറയുന്നു. അപ്പോൾ അവിടെ പുരുഷന് ഒരു സങ്കല്പം കൊടുക്കുമ്പോൾ, ദേവതാ സങ്കല്പം കൊടുക്കുമ്പോൾ, ശാസ്താവായിട്ടോ അയ്യപ്പനായിട്ടോ ഒരു സങ്കല്പം കൊടുക്കുമ്പോൾ അവിടെ പ്രകൃതിയുടെയും കൂടെ സാന്നിധ്യം ആവശ്യമാണ്. ആ പ്രകൃതിയുടെ രൂപമായിട്ടാണ് അവിടെ നമ്മൾ ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയും കൂടെ വരുമ്പോൾ മാത്രമേ അത് പൂർണ്ണത ആയിത്തീരുന്നുള്ളൂ. നമുക്കറിയാം ചെങ്ങന്നൂർ ഭഗവതിയൊക്കെ നമുക്ക് വളരെ പേര് കേട്ടിട്ടുള്ള ദേവതാ നാമങ്ങളാണ്. അത് വാസ്തവത്തിൽ അവിടെ ശിവക്ഷേത്രമാണുള്ളത്. ശിവനാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. പക്ഷേ അവിടെ ദേവിക്കാണ് പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. കാരണം ദേവിയുടെയും ശിവൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ ദേവിയാണ് കൂടുതൽ ലൗകികമായ നമ്മുടെ ആവശ്യങ്ങൾ, ഒരു അമ്മ എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, കുഞ്ഞുങ്ങളെ എല്ലാ ആവശ്യങ്ങളും നോക്കി വളർത്തുന്നത്, അതേപോലെ ലോകത്തിൽ നമ്മുടെയൊക്കെ ഭൗതികമായ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ നിറവേറ്റാനും അല്പം നമ്മളെ മോക്ഷത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനും ദേവിയാണ് ഇപ്പോഴും കൂടുതൽ കാരുണ്യം കാണിക്കുന്നത്. അതുകൊണ്ട് ധാരാളം മഹാക്ഷേത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ശിവന് അവിടെ പ്രധാന പ്രതിഷ്ഠയാണെങ്കിൽ പോലും അവിടെ കൂടുതൽ പൂജിക്കപ്പെടുന്നതും കൂടുതൽ അറിയപ്പെടുന്നതും ദേവിയുടെ പ്രതിഷ്ഠയ്ക്കാണ്. അപ്പോൾ അതേപോലെ മാളികപ്പുറത്തും എന്ന് പറയുമ്പോഴും ഇത് പ്രകൃതിയുടെ അധീശയായിട്ടുള്ള ദേവിയുടെ ഒരു പ്രതിഷ്ഠയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അമ്മയെപ്പോലെ തന്നെ ദേവിയെ നമ്മൾ ജഗന്മാതാവായിട്ട് കാണുന്നത്. കാരണം പാർവതി പരമേശ്വരന്മാരെ ലോകത്തിൻ്റെ പിതാക്കന്മാരായിട്ട് ആണ് കണക്കുന്നത്, മാതാപിതാക്കന്മാരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
അപ്പോൾ ആ പാർവതി പരമേശ്വരന്മാരുടെ സാന്നിധ്യം പോലെ ആ ശിവതത്വമായിട്ട് അവിടെ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ നേരത്തെ പറഞ്ഞല്ലോ തത്വമസി അല്ലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ ആ നിർഗുണ പരബ്രഹ്മ സ്വരൂപനായിട്ടാണ് അവിടെ അയ്യപ്പനെ പറയുന്നത്, അവിടെ യോഗിയായിട്ടാണ് പറയുന്നത്. എല്ലാമായിട്ടും നിസ്സംഗനായിട്ട് ലോകത്തിൽ നിന്ന് എല്ലാം വേർപെട്ട് നിൽക്കുന്നു. അവിടെ മോക്ഷം മാത്രമാണ് അവിടെ നമുക്ക് ലഭിക്കുക. പക്ഷേ ഒരു ലൗകികമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എല്ലാവരും മോക്ഷം ഇച്ഛിച്ച് മാത്രമല്ല ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ല. നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ കുറേയെങ്കിലും വാസനകൾ ക്ഷയിക്കണം, കുറേയെങ്കിലും അനുഭവിച്ച് തന്നെ തീരണം. ഒന്നും അനുഭവിക്കാതെ എല്ലാവർക്കും വൈരാഗികളായി തീരാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ ദേവിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ ദേവിയുടെ സാന്നിധ്യമാണ് നമ്മൾ മാളികപ്പുറത്ത് നമ്മൾ കാണുന്നത്. അത് മധുരമീനാക്ഷി എന്ന് പേരിട്ട് വിളിച്ചാലും അത് മഹിഷിയുടെ ആണ് എന്നുള്ള സങ്കല്പത്തിൽ പോയാലും ദേവി ചൈതന്യം അത് ആ ലോകത്തിൻ്റെ മാതാവായിട്ട് തന്നെ നമ്മൾ കണ്ട് ആരാധിക്കുകയാണ് വേണ്ടത്. അതും കൂടെ ആകുമ്പോഴേ അവിടെയും കൂടെ ദർശനം എടുക്കുമ്പോഴേ നമ്മൾ ആ ശബരിമല യാത്ര പൂർണ്ണമായി തീരുന്നുള്ളൂ, പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചോളം. ഓം നമഃ ശിവായ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. षडाधार पङ्केरुहान्तर्विराजत् सुषुम्नान्तराळेति तेजोलसन्तीं सुधामण्डलं द्रावयन्तीं पिबन्तीम्. ഇതു കേൾക്കുമെന്നല്ലയോ നിന്നാമ കീർത്തനം പാടുന്നു. എന്നാകിലും ഇതു കേൾക്കു